ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് സുഖം തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്ന നമ്മുടെ ബിഗ് ബോസിൻ്റെ പുതിയ അപ്ഡേഷനായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം സ്ത്രീകളെ എത്ര പുച്ഛത്തോടാണ് ബിഗ് ബോസിൽ ഇപ്പം ചെന്ന് കയറിയിരിക്കുന്ന കുറച്ച് വ്യക്തികൾ സ്ത്രീകളെ അപമാനിക്കുന്ന ഏത് രീതിയിലാണെന്നുള്ളൊരു കാഴ്ചപ്പാടിലുമാണ് ഇപ്പോഴത്തെ ബിഗ് ബോസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെടുത്ത് പറയാനാണെങ്കിൽ ഇന്നലെ അവിടെ ഒരു ബാത്റൂം ക്ലീൻ, നമ്മൾ പല ടീമുകളെ തിരഞ്ഞെടുക്കുമല്ലോ, ബാത്റൂം ക്ലീൻ ചെയ്യുന്നു, കുക്കിങ്ങിന്, അതുപോലെ ഫ്ലോർ ക്ലീനിങ്ങിന്, അങ്ങനെ കുറേ ആൾക്കാർ അവർ തിരഞ്ഞെടുത്തിരുന്നു. അതിൽ ബാത്റൂം ക്ലീൻ ചെയ്യുന്ന വ്യക്തികളായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ ആര്യനെ, അതുപോലെ അപ്പാനി ശരത്ത്, പിന്നെ നെവിൻ, പിന്നെ അതുപോലെ പിന്നെ അക്ബർ, പിന്നെ ആ ഒരു പെൺകുട്ടി നൂറ എന്ന് പറഞ്ഞ ആ പെൺകുട്ടി, 19 വയസ്സുള്ള, കോഴിക്കോട് തോന്നുന്ന ആ പെൺകുട്ടി. ഇത്രയും പേരെയാണ് ആ ബാത്റൂം ക്ലീൻ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾക്കായിട്ട് എടുത്തത്. ആ സമയത്ത് ഇവർ ക്ലീൻ ചെയ്ത സമയത്ത് അവിടെ ഉള്ള ഒരു പെൺകുട്ടിയുടെ ഒരു ഇന്നർ വെയർ അത് കഴുകി അവർ ആരും കാണാത്ത ഒരു രീതിയിലാണ് അത് മറച്ചവരവിടെ വെച്ചിരുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ഇവന്മാർ കാണുകയും ഇവന്മാർ അത് കളിയാക്കിയുള്ള രീതിയിൽ എടുത്തിട്ട് അത് എന്താ പറയുക, അത് നമ്മുടെ അനുമോൾ അവിടെ ചെന്ന് ചെക്ക് ചെയ്യേണ്ട രീതിയിൽ വലിയ ലീഡർ ചമ്മഞ്ഞ് അവിടെ ചെന്ന് ആണുങ്ങളുടെ ഇടയ്ക്ക് ഇരുന്ന് വിരകുന്നുണ്ടായിരുന്നു. അവിടെ ചെന്ന് നോക്കിക്കണ്ട. അപ്പോൾ അനുമോൾക്കറിയത് അനുമോളുടെ സാധനമല്ല എന്ന്. എന്നിട്ട് പോലും അവരെ എതിർത്ത് അനുമോൾ സംസാരിക്കാതെ അതിനൊപ്പം സപ്പോർട്ട് എന്ന് സംസാരിച്ചിട്ടില്ലെങ്കിൽ അവർ ചെയ്ത തെറ്റാന്ന് പോലും ആ ഒരു കാര്യം പറയാതെ, ഇല്ലെങ്കിൽ അവരുടെ എന്താ പറയുക, ആ പിന്നെ അനീഷിനെ അവരെല്ലാവരോടും തിരഞ്ഞെടുത്ത ഒരു വ്യക്തി അവിടെ തന്നെ ഉണ്ടല്ലോ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാനും, നമ്മുടെ ക്യാപ്റ്റനോട് ചെന്ന് ഈ വിവരം പറയുക, അല്ലെങ്കിൽ ആ ഇന്നറിട്ട വ്യക്തി ആരാന്ന് തിരക്ക് പോലും ചെയ്യാതെ ഇവർ അവിടെ ഒരു അത് നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ടാണ് അവരത് ക്യാമറയുടെ മുമ്പിൽ തൂക്കി കാണിച്ചത്, എടുത്തതെല്ലാം നമ്മൾ കണ്ടതാണ്. ഈ 4 പേര് അവിടെ കാണിച്ചു കൂട്ടുന്ന വെറും തെമ്മാടിത്തരം തന്നെ പറയാം. ബിഗ് ബോസിനകത്തിട്ട് ഈ 4 ആൾക്കാർ കാണിച്ചു കൂട്ടുന്ന പക്ക തെമ്മാടിത്തരം തന്നെ പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇവർ പെണ്ണുങ്ങളുടെ അടിവസ്ത്രത്തെ ഇത്രയും മോശമായ രീതിയിൽ ചിത്രീകരിച്ചാണ് കാണിച്ചിരിക്കുന്നത്. കാരണം ഇവരെ വീട്ടിലും അമ്മയുണ്ട്, വൈഫുണ്ട്, സഹോദരങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. അവരുടെ ആരെങ്കിലും ഒരു ഇന്നർ വെയർ അവിടെ കിടന്നിരുന്നെങ്കിൽ ഇവരിങ്ങനെ ഒരു വീഡിയോയുടെ മുമ്പിൽ എടുത്ത് പൊക്കി കാണിക്കുമായിരുന്നു? ഒരിക്കലുമില്ല. പക്ഷെ അവർ ചെയ്ത തെറ്റാണ്. പക്ഷെ അതിന് കൊട പിടിച്ചത് നമ്മുടെ അനു തന്നെയാണെന്ന് തീർത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ ആ നൂറാന്ന് പറഞ്ഞ പെൺകുട്ടിയും അതിലൂടെ അതൊരു പെൺകുട്ടി തന്നെയാണ്. പക്ഷെ ഇവരെ കൂട്ടത്തിലുള്ള ഒരു വ്യക്തി തന്നെയാണ് ചെന്ന് ജസിലിനോട് ഈ കാര്യം പറയുന്നത്. അത് നെവിൻ ചെന്ന് ജസിൻ്റെ ചെവി പറഞ്ഞിട്ട് കൊടുത്തിട്ടാണ് നെവിൻ അവിടെ വരുന്നതും ആ ഇന്നർ ആ പുള്ളിക്കാരുടെ ആണെന്നും നമ്മളൊക്കെ അപ്പോഴാണ് ഞാൻ വരെ ഞാൻ 24 hours ഈ പ്രോഗ്രാം കാണുന്നതാണ്. അപ്പോഴാണ് നമ്മളത് അവളുടെ ആണ് എന്ന് അറിഞ്ഞിട്ട് പോലും അവളൊന്നും അത് പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ബാക്കിലോട്ട് പോവുകയും, പക്ഷേ അവൾ അറിയുന്നില്ല ഇതെടുത്ത് ക്യാമറയെ കാണിച്ചെന്നുള്ള വിവരം ആ പെൺകുട്ടി അത് അറിയുന്നില്ല. ആ പെൺകുട്ടി ഇന്നാണ് ആ സംഭവം അറിഞ്ഞപ്പോൾ ആ പെൺകുട്ടി അത് ഭയങ്കര മാനസികമായിട്ട് വിഷമം വരും. അനു അതിന് സപ്പോർട്ട് ചെയ്ത് നിന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര മാനസികമായിട്ട് ഭയങ്കര വിഷമം വരികയൊക്കെ ചെയ്തു ആ പെൺകുട്ടിക്ക്. അതൊരു വലിയൊരു പ്രശ്നമായി അവിടെ രൂക്ഷമായി എടുക്കുകയും ചെയ്യും. പക്ഷെ അത് ഈ പ്രാവശ്യം അത് മോഹൻലാൽ സാർ അത് ശനിയാഴ്ച ആണല്ലോ പുള്ളി വരുന്നത്. ആ ടൈമിൽ മോഹൻലാൽ സാർ വരുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് എന്തായാലും പറയുമെന്ന് 100% ഉറപ്പാണ്. സ്ത്രീകളെ ഇത്രയും ഒരു മോശം രീതിയിൽ അവരെ ഇന്നർ എടുത്ത് ഈ കേരളക്കരയിലുള്ള ഇത്രയും ആൾക്കാരെ അവരത് ക്യാമറ കൂടെ കാണിച്ചത് വളരെ മോശപ്പെട്ട ഒരു കാര്യം തന്നെ. പക്ഷെ അത് ബിഗ് ബോസ് അത് പുറത്ത് വിട്ടിട്ടില്ല. പക്ഷെ അതിനകത്തുള്ളവർ അത് പുറത്ത് വിടുക ചെയ്തു, ക്യാമറയുടെ മുമ്പിൽ കാണിച്ചു എന്ന്. ബിഗ് ബോസ് അതൊരിക്കലും പുറത്ത് വിട്ടിട്ടില്ല ആ ഒരു സീന്. പക്ഷെ അവിടെ ഉള്ള ആൾക്കാർ, അവിടെയുള്ള മത്സരാർത്ഥികൾ തന്നെ പറയുന്നു അത് അവർ ക്യാമറയെ കാണിച്ചു എന്ന് അവിടെ ഉള്ളവർ തന്നെ പറയുന്നുണ്ട്. എനിവേ, എന്നിരുന്നാലും ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് വളരെ മോശപ്പെട്ട രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ സ്ത്രീകൾക്ക് വില കൊടുക്കാത്ത കുറേ പുരുഷന്മാരെയാണ് ഈ പ്രാവശ്യം ബിഗ് ബോസിൽ കൊണ്ട് അവിടെ സ്റ്റമ്പടിച്ച് നിർത്തിയിരിക്കുന്നത് തന്നെ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഈ ഒരു കാരണം സ്ത്രീകളുടെ അടിവസ്ത്രം പോക്കി കാണിക്കാന്ന് വെച്ചാൽ ഒരു മാന്യത കുറവ് തന്നെയാണ്. ഒരു ഷോയിൽ വന്നിട്ട് അതും അവർ ചെയ്തതിന് തെറ്റില്ല, അത് പുറത്ത് കണ്ടന്റായെന്നുള്ള രീതിയിലൊക്കെയാണ് ആ നാറികൾ തന്നെ പറയണം. എൻ്റെ ഭാഷ പറഞ്ഞ നാറികൾ പറയുന്നത് അങ്ങനെ തന്നെയാണ്. അത് നമുക്ക് പുറത്ത് വലിയ നമ്മൾ കാണിച്ചത് നന്നായി എന്നാണ് ഭയങ്കര ക്രെഡിറ്റോടെ അവന്മാർ പറയുന്നത്. അത് അവന്മാരെ വീട്ടിലുള്ള ആരുടെ ഒരു അടിവസ്ത്രമാണെങ്കിൽ അവന്മാർ ഇങ്ങനെ കാണിച്ചിട്ട് ക്രെഡിറ്റ് എടുക്കുമായിരുന്നോ എന്നാണ് എനിക്കറിയേണ്ടത്. തീർച്ചയായിട്ടും അമ്മമാർ കാണിച്ചത് വെറും വൃത്തിയായിട്ട പരിപാടി തന്നെയാണ്. ഒരു സ്ത്രീയുടെ അടിവസ്ത്രമാണെന്ന് അറിഞ്ഞിട്ട് അത് അവരുടെ ക്യാപ്റ്റനോട് പറയാം, ഇല്ലെങ്കിൽ ഇത് ഒരിക്കലും അതുള്ള സ്ത്രീകൾ. പക്ഷെ ആ ഒരു
ശാരിക ആ സമയത്ത് വരികയും ഇവരോട് സംസാരിക്കുകയും ചെയ്യുന്ന സമയത്ത് ജിസൽ വന്നിട്ട് പറഞ്ഞു പ്രശ്നമില്ല, പക്ഷെ പുള്ളിക്കാരി ഒരിക്കലും അറിയുന്നില്ല ഇത് ഒരു ക്യാമറയുടെ മുമ്പിൽ ഈ ഇന്നർ പൊക്കി കാണിച്ച കാര്യം പുള്ളിക്കാരിക്ക് അറിയില്ല. പക്ഷെ പുള്ളിക്കാരി അപ്പോൾ വരുന്നത് പോലും നെവിൻ ചെന്ന് പറഞ്ഞു കൊടുത്തിട്ടാണ് പുള്ളിക്കാരി അവിടെ വന്നത്. പക്ഷെ ജസിന് ഇന്നായിരിക്കും അത് അറിഞ്ഞിരിക്കുന്നത്, ഇനി ഇങ്ങനൊരു കാര്യം നടന്ന സംഭവം ക്യാമറയുടെ മുമ്പിൽ ഈ ഇന്നർ പൊക്കി കാണിച്ചു എന്ന് പറയുന്നത് നമ്മുടെ ക്യാപ്റ്റനോട് പറയുകയൊക്കെ ചെയ്തിരുന്നു. അതിന് അടിസ്ഥാനപരമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തു. എനിവേ എന്നിരുന്നാലും ഇപ്പം ഈ കാണിച്ച തെമ്മാടിത്തരം വളരെ മോശപ്പെട്ട ഒരു രീതി തന്നെയാണ്. സ്ത്രീകളുടെ അടിവസ്ത്രം പിന്നെ എവിടെ കഴുകിയിടുക? ആ കുട്ടി ഫസ്റ്റ് ടൈം അവിടെ വന്നതാണ്, ആ കുട്ടിക്ക് സ്ഥലങ്ങൾ അറിയില്ല, അതുകൊണ്ട് അത് അറിയാതെ ഇട്ട് അത് അറിയാതെ പോയ തെറ്റിന് ഇവരിത് പരസ്യമാക്കി 10 ആൾക്കാരുടെ മുമ്പിൽ കാണിച്ചത് ഭയങ്കര റോങ്. അപ്പം ഇവരെ വീട്ടിലുണ്ടല്ലോ അമ്മയും പെങ്ങന്മാരും എല്ലാവരും ഉണ്ടല്ലോ, ഭാര്യമാരും ഉള്ളതാണ്. ഈ ഇവന്മാരാരും ചെറിയ കുട്ടികളൊന്നും അല്ലല്ലോ. പിന്നെ ആര്യനെ സംബന്ധിച്ച് ആര്യൻ വന്ന സമയത്തുള്ള ആ ലുക്ക് മാത്രമേ ഉള്ളൂ, വെറും തറയാന്നുള്ള രീതിയിലുള്ള പെരുമാറ്റം തന്നെയാണ് ആര്യനെ അവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പറയാതിരിക്കാൻ പറ്റത്തില്ല, വെറും തറ രീതിയിലാണ് ആര്യൻ്റെ ആ ഒരു രീതിയെ പോകും. കുറേ ദിവസം അവിടെ പിടിച്ചു നിൽക്കുന്നത് ആര്യൻ ഔട്ടാവും. ആ ലുക്ക് മാത്രമേ ഉള്ളൂ ആര്യന്, ഉള്ള സത്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ അക്ബർ, അതൊക്കെ ഭയങ്കര മോശപ്പെട്ട രീതിയിലാണ് ഈ വർത്തമാനങ്ങൾ. അതുപോലെ തന്നെ ഈ ശരത്ത് അപ്പാനി ശരത്ത അങ്ങനൊരു സാധനം, അതൊക്കെ വെറും വേസ്റ്റ് തന്നെയെന്ന് പറയാം. ഇതൊന്നും ഈ ബിഗ് ബോസിൽ വന്നിട്ട് ഈ ഒരു വലിയൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയ ഒരു മനുഷ്യരേ അല്ല. കാരണം അവർക്കെല്ലാം അങ്ങ് നിസ്സാരം. അതുപോലെ നമ്മുടെ ഷാനവാസ് ഇന്ന് അവിടെ കാണിച്ചു കൂട്ടി ഷാനവാസിൻ്റെ ഒപ്പം നിന്ന് ഇതെല്ലാം അമ്മാൻ ആസ്വദിച്ചിട്ട് പുള്ളീനെ ഔട്ടാക്കി. ഇന്നിപ്പോൾ അവിടെ നടന്ന സംഭവം അതാണ്. അതെനിക്ക് ഇപ്പോൾ 4 പേരെ അവർ ഔട്ടാക്കി വിട്ടിട്ടുണ്ട് പുറത്തോട്ടും. അതായത് ഇതിൽ 4 പേർ ഈ 4 ദിവസത്തെ ഈ നൈറ്റ് ഫുള്ള് ഉറങ്ങാതെ ഇരുന്നിട്ട് അറിയാം ഇത് 4 പേരിൽ ആരാണ് അകത്തോട്ട് പോകുന്നതും പുറത്തോട്ട് പോകുന്നതും. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു കളി തന്നെയാണ്, അതൊരു ഡ്രാമ തന്നെയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി നമ്മളെ പൊട്ടരാക്കുന്നുള്ള രീതിയിലുള്ള ഒരു രീതിയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു കാര്യത്തിന് മോഹൻലാൽ സാറ് വരുമ്പോൾ തീർച്ചയായിട്ടും ഈ സ്ത്രീകളുടെ ഇന്നർ പൊക്കി അവിടെ പരസ്യം നടത്തിന് ഇവന്മാരോട് ചോദ്യം ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ അവന്മാർ ഇനി ഇത് വീണ്ടും ആവർത്തിക്കും. അവിടെ ഇവന്മാരെ വിശ്വസിച്ച് അങ്ങനെ സ്ത്രീകളോട് ഇന്നർ കഴുകിയിടും. അതുകൂടെ നിങ്ങൾ ആലോചിക്കണം. അന്നേരം ജസലിൻ്റെ ഇന്നർ പൊക്കി കാണിച്ചിട്ടാണ് ഇന്ന് പരസ്യം നടത്തുന്നത്. അത് വളരെ മോശപ്പെട്ട രീതിയായിപ്പോയി. ബിഗ് ബോസിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ ഒരു ചളുപ്പായിപ്പോയി. സീരിയസ്ലി പറയാം, ഇത് 1-2 പേര് കാണുന്ന പ്രോഗ്രാം അല്ല. ഇത് ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ഈ പ്രോഗ്രാം കാണുന്നത്. അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. സ്ത്രീകളാണ് ഈ പ്രോഗ്രാം കാണുന്നത്. ഏറ്റവും കൂടുതൽ വീട്ടിലിരിക്കുന്ന സ്ത്രീകളാണ് ഈ പ്രോഗ്രാം കാണുന്നത്. അപ്പോൾ അവരുടെ മുമ്പിൽ ഈ ഇന്നറൊക്കെ പൊക്കി കാണിച്ച് സ്ത്രീകളെ ഒന്നടക്കം അപമാനിക്കുന്ന രീതിയായിപ്പോയി ബിഗ് ബോസിൻ്റെ ഈ 2 ദിവസമായിട്ട് അതിലുള്ള ഓരോ മത്സരാർത്ഥിനും കാണിക്കുന്ന തെമ്മാടിത്തരം എന്ന് തന്നെ പറയാം. എനിവേ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അന്നേരം ബിഗ് ബോസിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ആൾക്കാരുടെ തെമ്മാടിത്തരങ്ങൾ നിർത്തുക എന്ന് തന്നെ പറയാതിരിക്കാൻ പറ്റത്തില്ല. വെറും ചീപ്പ് ഷോയാണ് അവിടെ ഉള്ള ഇപ്പോൾ വന്നേക്കുന്ന ആൾക്കാർ കാണിക്കുന്നത്. അവർക്ക് വൃത്തിയായിട്ട് കാണിക്കാമെങ്കിൽ തിരിച്ച് ഉറപ്പായിട്ടും നമുക്ക് അവരെ വൃത്തികെട്ടവരെ തന്നെ വിളിക്കാം. അത് 100% ഉറപ്പാണ്, അവർ വൃത്തികെട്ടവർ തന്നെയാണ്. ഇല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ഇന്നർ പൊക്കി ഒരിക്കലും ഒരു ക്യാമറയുടെ മുമ്പിൽ കൊണ്ട് കാണിച്ചിട്ടില്ല. പക്ഷെ അത് ബിഗ് ബോസ് അത് ഹൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെയുള്ള മത്സരാർത്ഥികൾ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് അത് ക്യാമറയുടെ മുമ്പിൽ കാണിച്ചിട്ടുണ്ട് എന്നുള്ളത്. അന്നേരം അതിന് തക്കതായ ശിക്ഷ അവർക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഈ കാണിച്ച് 4 പിടിച്ച് പുറത്താക്കിയേ പറ്റത്തുള്ളൂ. അല്ല ഇവന്മാരവിടെ നിന്ന് ഒരു ഗെയിം കളിക്കാൻ പോകുന്നതായിട്ട് എനിക്ക് ഒരു ഫീലും ഇല്ല ഗെയ്സ്, ഉള്ളത് പറയാണ്. അന്നേരം ഇതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് ആഞ്ഞ് ശ്രമിച്ചാൽ ഇവന്മാർ 4 പുറത്ത് കിടക്കും. കാരണം വെറും വേസ്റ്റ് സാധനങ്ങളാണെന്ന് തന്നെ പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയാണ് ഗെയ്സ് എനിക്ക് പറയാനുള്ളത്. നാളെ അടുത്തൊരു അപ്ഡേഷൻ ഉടനെ വരാം. ഓക്കെ, ബൈ ടാറ്റാ.